നമ്മളിന്ന് ഒരു പുതിയൊരു വണ്ടി BYD നമ്മുടെ ഒരു ചൈനീസ് വണ്ടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. നമ്മളൊരു വാഹന എക്സ്പേർട്ടൊന്നുമല്ല, എങ്കിലും ഈ BYDയുടെ കുറച്ച് പ്രത്യേകതകൾ. അപ്പം കഴിഞ്ഞ 6 മാസമായിട്ട് ഈ സാധനം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ചില വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഈ വണ്ടിയുടെ പുറമെയുള്ള ഭാഗങ്ങൾ, അതിൻ്റെ കുറേ കാര്യങ്ങളെല്ലാം നമ്മൾ പരിചയപ്പെട്ടു. ആദ്യമായിട്ട് ഫ്രണ്ടിൽ തന്നെ BYD എന്നുള്ളൊരു വലിയൊരു എംബ്ലം ബാഡ്ജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഇവിടെ ഒരു സെൻസർ, സൈഡിൽ ഒരു സെൻസറുണ്ട്, ഇവിടെ സെൻസർ കൊടുത്തിട്ടുണ്ട്. നല്ല ഇങ്ങോട്ട് ഈ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഉണ്ട് നല്ലൊരു ബ്ലൂ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയൊരു LED-യുടെ ഇതുണ്ട്, നല്ല അടിപൊളി ഒരു LED ഒരു സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. നല്ല സ്റ്റൈലിന് LED പിന്നെ ഹെഡ്ലൈറ്റാണ് ഇതുള്ളത്. ഇത് ഇങ്ങോട്ട് വരുമ്പോഴും ഇത് ഫ്രണ്ടിൽ ഇങ്ങനെ അറ്റം വരെ ഈ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. രാത്രിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലൈറ്റിൻ്റെ ലുക്ക് കൊണ്ട് തോന്നു കഴിഞ്ഞാൽ ഇതെല്ലാം രാത്രിക്ക് നല്ല പ്രകാശമുള്ളൊരു സംഭവമാണ്. ഇവിടെയും ഇതുപോലെ തന്നെ വലിയൊരു LED ടെക്നോളജി എഴുതി വെച്ചിട്ടുണ്ട്. നല്ലൊരു ലൈറ്റിംഗ് സിസ്റ്റമാണ്. പിന്നെ ഇവിടെ ഒരു സെൻസറുണ്ട്. ഇവിടെ നമുക്ക് ഫോഗ് ലൈറ്റ് ഇല്ല, പക്ഷേ അതിന് പകരം ഇവിടെ ഒരു നല്ലൊരു റഫ് സർഫസ് ബ്ലാക്ക് സ്കഫ്റ്റ് അലുമിനിയം ഒരു ഫൈബർ മെറ്റീരിയലാണ്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫൈബർ മെറ്റീരിയലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു എയർ ഡാം സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇതുപോലെ തന്നെ ഫോഗ് ലൈറ്റിനുള്ള ഒരു സ്ഥലത്ത് ഒരു സെൻസറും ഇതൊക്കെ കൊടുത്തിരിക്കുന്നത്. ഫോഗ് ലൈറ്റിനുള്ള ഇതില്ല, ഓപ്ഷൻ ഇല്ല. പിന്നെ ഇതിൻ്റെ വശങ്ങളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ഫ്രണ്ടാണ്. പിന്നെ ഇവിടെ ചെറിയൊരു നമ്മുടെ പോർഷയുടെ ഒക്കെ ഫ്രണ്ട് പോലെ തോന്നും. നമ്മുടെ ഏറ്റവും കൂടിയ വണ്ടികളിലേക്ക് ഒരു പ്രത്യേക പോലെ തോന്നുന്ന രീതിയിലുള്ളൊരു ഇതാണ്. പിന്നെ ഇതാണ് അതിൻ്റെ ചാർജിങ് ചെയ്യാനുള്ള ഓപ്ഷൻ. നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കിത് തുറന്നിങ്ങനെ എടുക്കാം. ഇതുണ്ടോ, നമുക്കൊരു പവർ ബാങ്ക് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ ഒരു BYD ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് അടച്ചേക്കാം. ഇവിടെ ഒരു NFC കൊടുത്തിട്ടുണ്ട്. ഈ NFC എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ATM കാർഡ് പോലെ പേഴ്സിനകത്ത് നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ഓഫ് ബട്ടൺ മാറും. ഇവിടെയും സെൻസറുണ്ട് സൈഡിലേക്ക് പോകുമ്പം. പിന്നെ വശങ്ങളിലേക്ക് താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ നല്ലൊരു ലൈൻ പോകുന്നുണ്ട്. നല്ലൊരു മസിലിയായിട്ട് നല്ലൊരു ബോഡിയുടെ ത്രൂ ഔട്ട് ഇങ്ങനെ ഒരു ലൈൻ പോകുന്നുണ്ട്. നല്ലൊരു ഭംഗിയുള്ള ഇതാണ്. പിന്നെ ഈ ഒരു അടിയിലാണെങ്കിലും ബോഡിയുടെ അതേ ഒരു പ്ലേറ്റിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു നല്ലൊരു ഫൈബറിൻ്റെ ഒരു മെറ്റീരിയലുണ്ട്. ടയർ നല്ലൊരു അലോയ് വീലാണ്. ഇതിൻ്റെ BYD എന്നുള്ള ആ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു അലോയ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഫിഷി ഇതുണ്ട്, അലുമിനിയം എസ്ക് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫിഷി ഇതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മുടെ ഒരു ഇതുണ്ട്, ഫിഷിൻ്റെ സ്കെയിലി പോലത്തെ ഒരു സംഭവമാണ്. ഇവിടെ ഇതിന് ക്രോം എലമെൻ്റ് ഫ്രണ്ട് തൊട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ തൊട്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ മൊത്തം വ്യാപിച്ച് കിടപ്പുണ്ട്. മേളിലും താഴെയും ഈ ക്രോം ഇതുണ്ട്. നമ്മുടെ സൈഡ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് അകത്തോട്ട് തരാം. ഇനി ബാക്കിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് BYD Atto 3 ആണ്. Atto 3 ആ ഒരു മോഡലാണ്. അപ്പം ഇതിൻ്റെ പുറകെ സൈഡിൽ ഫ്രണ്ട് പോലെ തന്നെ അതുപോലെ തന്നെ ഒരു നല്ലൊരു സെറ്റപ്പായിട്ട് തന്നെ നല്ലൊരു രീതിയിൽ ഇത് കൊടുത്തിരിക്കുന്നത്. EV എന്നൊരു ബാഡ്ജിങ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ അടിയിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ക്യാമറ ഉണ്ട്, ഇവിടെ ഒരു സെൻസറുണ്ട്. ഫ്രണ്ടിലെ അതുപോലെ തന്നെ ബാക്കിലും പിന്നെ നമുക്ക് നല്ലൊരു ബമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് സെയിം ബോഡി കളർ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഫൈബറാണ്. പിന്നെ ഇതുപോലെ ടെയിൽ ലൈറ്റും നല്ല വലിയൊരു ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ബിൽഡ് യുവർ ഡ്രീംസ് BYD. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നല്ലൊരു സ്പോട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ബാക്കിലായിട്ട് ഒരു ഷാർക്ക് ഫിൻ ആൻറ്റീനയും വലിയൊരു സ്പോയിലറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്രേക്ക് ലൈറ്റും കൊടുത്തിരിക്കുന്നു. വശങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ ആ ഫിഷി മെറ്റാലിക് എലമെൻ്റ് എന്നൊക്കെയാണ് അതിന് പറയുന്നത്. പിന്നെ താഴേക്ക് വന്നു കഴിയുമ്പോൾ വലിയൊരു വീലാർച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വീലാർച്ച് ഒരു പ്രത്യേക ഭംഗി ഈ വാഹനത്തിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ റിമ്മേൽ ഒരു സ്മൂത്ത് സർഫസാണ്. കണ്ടു കഴിഞ്ഞാൽ അതൊരു റഫായിട്ട് തോന്നുമെങ്കിലും നല്ലൊരു റീജനറേഷൻ ബ്രേക്കിനൊക്കെ സപ്പോർട്ടീവായിട്ട് രീതിയിലുള്ള ഒരു റിമ്മുമാണ് കാണാൻ പറ്റുന്നത്. പിന്നെ ഇതുപോലെ തന്നെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഒബ്വിയസ്ലി ഇതാണ് നമ്മുടെ റൂഫുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഈ സൈഡിൽ ഇതുപോലെ തന്നെ നമ്മുടെ അപ്പുറ സൈഡിലുള്ള പോലെ തന്നെ സെയിം സെറ്റപ്പാണ്. ഫൈബറിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോഡി കളർ തന്നെ ഒരു പെയിൻറ്റിങ് നല്ല സൂപ്പർ മെറ്റാലിക് പെയിൻ്റാണ്. അതുപോലെ തന്നെ
ഈ ബി പില്ലർ ഒരു സ്മൂത്ത് ഫിനിഷിലായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ വശങ്ങളിലും സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ BYD ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു അടിപൊളി ഒരു വലിയ കൂടിയ വണ്ടികൾ നമ്മുടെ വോൾവോയോ പിന്നെ ഓഡിയൊക്കെ പോലെ തന്നെ കൂടിയ ക്ലാസ് വണ്ടിയുടെ ഒരു ലുക്കാണ് മൊത്തത്തിലൊരു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പർ ഒരു വണ്ടിയാണ്. നമുക്കിനിയിപ്പം ഇതിൻ്റെ ബൂട്ടൊന്ന് നമുക്കൊന്ന് പൊക്കി നോക്കാം. ഇവിടെ ഒരു EVയുടെ വാഡ്ജിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കാം. നല്ല സ്പേഷ്യസ് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഏകദേശം അതുകൊണ്ട് 440 ലിറ്റർ എടുത്തുണ്ട്. ഇവിടെ ഒരു നമ്മൾ സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒന്നും തെറിച്ച് പോകാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഇവിടെ ഇതിന് സ്റ്റെപ്പിന് ടയറില്ല, പകരം പഞ്ചർ കിറ്റ് സാധനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ചാർജിങ് സാധനങ്ങളാണ്. ഇത് കണ്ടല്ലേ, നമുക്ക് തന്നെ റബ്ബർ അങ്ങനെ ഊരിയെടുക്കാവുന്നൊരു സംഭവം. ഇത് കണ്ടല്ലേ, ഇത് പുതിയ വണ്ടിയാണ്, 2 ദിവസം ആയിട്ടുള്ളൂ ഈ സംഭവം ഇവിടെ ഇറക്കിയിട്ട് മേടിച്ചിട്ട്. പിന്നെ നമുക്ക് സീറ്റ് അത് മറിച്ചിടാന്നാണ്. ഒരു LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇപ്പോൾ അടയ്ക്കണേ തന്നെ അതുപോലെ തന്നെ ഈ സ്റ്റഡ് കൊടുത്തിരിക്കുന്ന നല്ല ഹെവി സ്റ്റഡാണ്. നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കണേ വെക്കാം. നല്ല ഒരു വൃത്തിയോട് വരത്തില്ല, നല്ല തിന്നായിട്ടുള്ള സാധനം ഒന്നും കൊടുത്തിരിക്കുന്നത്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ്. ഇത് ലോക്ക് ചെയ്യാനായിട്ട് ഈ ഇതിൽ ജസ്റ്റ് ഒന്ന് നല്ല സൈലൻ്റ് ആയിട്ട് നടന്ന് നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്തെ ഇത് കാണാം. പിന്നെ ടയറിൻ്റെ സൈസ് എന്ന് പറയുകയാണെങ്കിൽ ടയറിൻ്റെ കാര്യങ്ങൾ പറയുകയാണ്. ഇതിൻ്റെ ടയർ സൈസ് എന്ന് പറയുന്നത് 215/18 റിം 18 സൈസാണ്. 215/15R18 അതാണ് അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ റിം 18. ബാറ്റ്മാൻ്റെ A51 ടയറാണ് കൊടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ 60.48 kW ആണ്. മോട്ടോർ പവർ 150 kW, ടോർക്ക് 310. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മോട്ടോർ പെർമനൻറ്റ് മാഗ്നറ്റ് സിങ്ക്രോണസ് മോട്ടറാണ്. മാക്സിമം പവർ 20.1 15 bhp. ഇതിന് റേഞ്ച് 521 ആണ്. ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി പ്ലേറ്റ് ബാറ്ററി. സാധാരണ ചാർജിങ് ടൈം AC-യിലാണ് 9.5 to 10 hours, DC-യിലാണെങ്കിൽ 50 minutes. ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ. നമ്മളിതിൻ്റെ ഡോറ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സീറ്റിങ് അടിപൊളി നല്ലൊരു സീറ്റിംഗ് ആണ്. നല്ല ലെതർ, സോഫ്റ്റ് ലെതർ ടൈപ്പ് നല്ലൊരു സീറ്റിംഗ് ആണ്. ഇതിൻ്റെ ഒരു നല്ല തൈ സപ്പോർട്ടൊക്കെ ഉണ്ട്. ഒരു റെഡ് സ്റ്റിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ച്. പിന്നെ നല്ല സ്പേഷ്യസ് ആണ്. വാസം പറഞ്ഞാൽ ഒരാൾക്ക് 3 ഇവിടെ ഒരു 4 പേർക്ക് വരെ ഇരിക്കാൻ പറ്റിയൊരു സംഭവമാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് സ്വിച്ചുകൾ. ഇതാണ് നമ്മുടെ ഡോർ ഹാൻഡിൽ എന്ന് പറയുന്നത്. ഇതിങ്ങനെ ജസ്റ്റ് തുറന്നാൽ മതി, നമ്മുടെ ഒരു സൗണ്ട് വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്, ഒരു ഗിറ്റാറിൻ്റെ ഭംഗി എന്നുണ്ടല്ലോ. നമുക്ക് വെള്ളക്കുപ്പിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് തെറിച്ച് പോകത്തില്ല. നല്ലൊരു ഓപ്ഷനാണിത്. ഇതിവിടെ സ്പീക്കർ കൊടുത്തിരിക്കുന്ന ഇതാണ്, നല്ലൊരു അടിപൊളി ബൂഫറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 പേർക്ക് ഇരിക്കാം. പിന്നെ ഇതിൻ്റെ എയർ വെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു BYD ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എയർ വെൻ്റ് ഓൺ ഓഫ് വെക്കാനായിട്ട്. ഇങ്ങനെ ഇതുണ്ടോ, ഇവിടെ ഇത് ചെയ്യാൻ പറ്റും. ഇതാണ് എയർ വെൻ്റ് ഓൺ ഓഫ്. പിന്നെ ഇവിടെ ഒരു C കേബിളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ USB ചാർജറും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പേപ്പർ ഹോൾഡറൊക്കെ ഇടാനായിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ ഇത് നേരെ ഇങ്ങനെ കുത്താനെ തിരിച്ചു വരുന്നൊരു സംഭവം ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഗിയർ ലിവറൊക്കെ. ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പാർക്കിങ്ങിൻ്റെ സംഭവങ്ങളെല്ലാം. ഒരു ചെറിയ സ്ക്രീനുണ്ട്. അത് പിന്നെ ഇതിലൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ അല്ലേ, ഒന്നുകൂടെ പറഞ്ഞേ. Hey BYD, close the roof. പറഞ്ഞാൽ കേൾക്കുന്ന വണ്ടി. ഇതിൻ്റെ വോയിസ് അസിസ്റ്റും അതുപോലെ തന്നെ പനോരമിക് ഈ വ്യൂയും റൂഫും ഇതൊക്കെ നല്ലൊരു സുന്ദരമായൊരു സംഭവമാണ്. ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലെങ്കിലും ജാഥയ്ക്ക് റാലിക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് വണ്ടി നല്ല ഓളമായിട്ട് പോകും കേട്ടോ, അല്ലേ? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. മൈൽഡ് ഹൈബ്രിഡ്. ആക്സിലറേഷൻ 0 to 100 7.3 seconds. നമ്മൾ വലിയൊരു ഓട്ടോമൊബൈൽ ഒരു എക്സ്പേർട്ടൊന്നുമല്ല. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിത് പറഞ്ഞും കേട്ടുമൊക്കെ ഉള്ള ഒരു അറിവ്.
അത്രേ ഉള്ളൂ. നമ്മളൊരു എക്സ്പേർട്ട് അല്ല. അപ്പോൾ അതിൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ ക്ഷമിക്കുക. നിങ്ങൾ അറിയാവുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക. ടെസ്ല 3യുടെ ഒക്കെ ബാറ്ററി ഉണ്ടാക്കുന്നവരാണ്. അതുപോലെ തന്നെ ഓൾറെഡി BYDക്ക് നേരത്തെ ഹെവി വെഹിക്കിളൊക്കെ ഓൾറെഡി മാർക്കറ്റിലൂടെ ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ 6 മാസം മുമ്പ് ഇറങ്ങി. പിന്നെ ഇവർക്ക് പല മൊബൈൽ ഫോണിൻ്റെ ഒക്കെ ബാറ്ററിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഇവരാണ്. അങ്ങനെയൊക്കെ ഒത്തിരി സവിശേഷം. ഇവർ ഓൾറെഡി പുതിയൊരു ആൾക്കാരല്ല. അപ്പോൾ ചൈനീസ് ആണെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ചൈന ഉൽപ്പന്നങ്ങളെ കാണുന്ന രീതിയിൽ ഇത് കാണരുത്. ഫൈബർ സംഭവങ്ങളും ഇതിൻ്റെ പെയിൻറ്റിങ്ങും ഇതിൻ്റെ ആകപ്പാടെ ഒരു ബെൽറ്റും ലുക്കും ഭാവവും മട്ടും ഒക്കെ ആള് പുലിക്കുട്ടനാണ് ഇവൻ. അങ്ങനെ സാധാരണ ഒരു ചെറിയൊരു BYD എന്ന് പറയാൻ പറ്റിയല്ല, ചൈന വണ്ടി എന്ന് പറയാൻ പറ്റിയല്ല. അങ്ങനെ മൊത്തത്തിലൊരു സൂപ്പർ വണ്ടിയാണ്. റിവേഴ്സിൻ്റെ ഇതാണ് നമ്മുടെ BYD. നമ്മൾ നിരത്തിലൊന്ന് ഇറക്കി ഒന്ന് ഓടിച്ച് നോക്കുവാണ്. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ട്. നല്ല സൈലൻ്റ് ആണ് വണ്ടി. ഇലക്ട്രിക് വണ്ടിയാണല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിലാണ്. നമ്മൾ റിവേഴ്സാണ് ഈ കിടക്കുന്നത്. ഇതൊരു അടിപൊളി ക്യാമറ സിസ്റ്റം അല്ലേ. ഇപ്പോൾ ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇട്ടാൽ മതി അല്ലേ. ഡ്രൈവ് തിരിച്ച് നമ്മുടെ ഫ്ലൈറ്റ് ഇരിക്കുന്നവർക്ക് തന്നെ ഒരു ചെറിയൊരു സൗണ്ട് ഒക്കെ ആ ഒരു സെറ്റപ്പാണ്. നല്ല കാമാങ്കോയിട്ടാണ് കേട്ടോ അല്ലേ. അപ്പോൾ ഇവിടെ ഒരു നമ്മുടെ സ്പീഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിൽ അറിയാൻ പറ്റും. ചെറിയൊരു അതേ ഇതിനകത്തൊരു വൃത്തിയുള്ളത് ഇച്ചിരൂടെ മുഴുത്തായിട്ട് കൊടുക്കണമായിരുന്നു തോന്നുന്നു അല്ലേ. ബ്രൈറ്റ്നസ് മാത്രമല്ല ചെറിയൊരു സ്ക്രീനായിപ്പോയി സ്റ്റാൻഡേർഡ്. പിന്നെ ഇതിൻ്റെ ഇത് ഒക്കെ ടെസ്ലയിലൊക്കെ ഉള്ള പോലെ തന്നെ ഇത്. പക്ഷേ റൂഫ് ഒന്ന് ഓൺ ചെയ്ത് ഔട്ട് സൈഡ് ടെമ്പറേച്ചർ എല്ലാം കാര്യങ്ങളും കാണിക്കും. പിന്നെ സൈഡ് ക്യാമറ, ലൈൻ അസിസ്റ്റൻസ്, അങ്ങനെ എല്ലാ വലിയ വണ്ടികളിലുള്ള എല്ലാ ഓപ്ഷൻസും ലൈൻ അസിസ്റ്റൻസ്. അതുപോലെ തന്നെ വില എന്ന് പറഞ്ഞാൽ 53 പക്ഷെ 53 കൊടുക്കണ്ട, 48 കൊടുത്താൽ മതി. 56 വില. നമുക്ക് $6000 തിരിച്ചു കിട്ടും വേണ്ടി. ഒരാഴ്ചക്കുള്ളിൽ വണ്ടി കിട്ടും. 4ഓളം കളറുകളുണ്ട് ഇതിന്. പിന്നെ സ്പീഡെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റൂഫ് ഒന്ന് ക്ലോസ് ചെയ്തത് അല്ലേ. അത് കിട്ടുന്നില്ലേ. അപ്പോൾ ഇതിന്റെ കിലോമീറ്റർ മൈലേജ് എന്ന് പറഞ്ഞാൽ 500 കിലോമീറ്റർ ആണ് ഇതിന്റെ മൈലേജ്. അപ്പം നമ്മൾ സിറ്റി കൂടെ ഓടിച്ചെന്ന് പറഞ്ഞാലും ഇതിന്റെ ഈ വാഹനം 100 കിലോമീറ്റർ സ്പീഡ് എത്താനായിട്ട് 7.3 സെക്കൻഡ്സ് മതി. അതും നല്ലൊരു പവറാണ് കാണിക്കുന്നത്. ബസ്സും മറ്റേ മൊബൈൽ ഫോണും അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങളുണ്ട്. ഇപ്പം ക്രൂയിസ് കൺട്രോൾ എല്ലാ സംഭവങ്ങളും ഉണ്ട്. സ്പീഡെല്ലാം നമുക്ക് അതിൽ കാണിക്കുന്നുണ്ട്. ലൈൻ അസിസ്റ്റൻസ് ഉണ്ട്. ഈ വാഹനത്തിൻ്റെ സേഫ്റ്റി സൈഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രണ്ട് സൈഡ് കർട്ടൻ, അതുപോലെ തന്നെ ഫാർ സൈഡ് എയർ ബാഗ്സ് ഉണ്ട്. ഫ്രണ്ട് കൊളീഷൻ വാർണിംഗ്, റിയർ കൊളീഷൻ വാർണിംഗ്, ബ്ലൈൻഡ് സ്പോട്ട്, ലെയിൻ ഡിപ്പാച്ചർ വാർണിംഗ്, ലെയിൻ കീപ്പ് അസിസ്റ്റ്, റിയർ ക്രോസ് ട്രാഫിക്, ഫ്രണ്ട് ആൻഡ് റിയർ പാർക്കിംഗ് സെൻസർ, കുട്ടികളുടെ വേവിസെറ്റ് ഫിറ്റ് ചെയ്യാനുള്ള ഐസോഫിക്സ്, അങ്ങനെ അനവധി സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ 18 ഇഞ്ച് അലോയ് വീലാണ്. റൂഫ് റെയിൽസ് ഉണ്ട്. 5 ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഉണ്ട്. ഫാക്ടറി നാവിഗേറ്റർ ഉണ്ട്. അതുപോലെ തന്നെ USB പോർട്ട് C ടൈപ്പും ഉണ്ട്. വയർലെസ് ഫോൺ ചാർജർ ഉണ്ട്. പിന്നെ മൾട്ടി കളർ ഗ്രേഡിയൻ്റ് ആംബിയൻ ലൈറ്റിംഗ് ഉണ്ട്. LED ഫ്രണ്ട് റീഡിംഗ് ലൈറ്റ്. ഈ ഒരു ഇതൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. ഈ ഒരു സെറ്റപ്പ് ഇത് ചൈന വണ്ടിയിലൊക്കെ മാത്രം കാണുന്ന ഒരു സെറ്റപ്പാണ്. ഇതിന് മാത്രമുള്ള സ്വിച്ച്. പിന്നെ മുമ്പേ പറഞ്ഞ തന്നെ വയർലെസ് നമുക്ക് ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് സ്പീക്കർ വിത്ത് ഡയറക്റ്റ് HD സൗണ്ട് സിസ്റ്റം, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ഫാക്ടറി നാവിഗേഷൻ, വോയിസ് അസിസ്റ്റ്, ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് കാർപ്ലേയും ഓട്ടോ ഈ സെഗ്മെൻറ്റിനില്ല. പിന്നെ 12.5 റൊട്ടേറ്റിംഗ് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻ്റ് ഉണ്ട്, സിസ്റ്റമുണ്ട്. അത് നമ്മുടെ കറങ്ങി വരുന്ന സ്ക്രീൻ കറങ്ങുന്ന സംഭവമാണ്. പിന്നെ പനോറമിക് സൺറൂഫ് വിത്ത് ഇലക്ട്രിക് സ്ലൈഡ് ആൻഡ് ആൻറ്റി ടാപ്പ് ഫംഗ്ഷൻ, പവർ ടെയിൽ ഗേറ്റ്, അങ്ങനെ അനവധി സംഭവങ്ങൾ ഇതിനകത്ത് പറയത്തക്ക രീതിയിൽ എടുത്തു പറയത്തക്ക. ഇതാണ് ഇതിന്റെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് നമ്മൾ നിർത്തി കഴിയുമ്പോൾ ഈ പാർക്കയിൽ ഇട്ടാൽ മതി. ഡ്രൈവ്, ന്യൂട്രൽ, റിവേഴ്സ്, പിന്നെ സെൻട്രൽ കൺസോൾ. ഇവിടെ വലിയൊരു ആഴത്തിലുള്ള വലിയൊരു സംഭവമുണ്ട്. അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇടാം. പിന്നെ ഇവിടെ BYD
പ്ലീസ് ടേൺ ഓൺ ദ റേഡിയോ. Hey BYD, please turn on the radio. നമ്മുടെ ഈ വോയിസ് ഞെക്കിയിട്ട് പറഞ്ഞാൽ Radio off. നമ്മൾ റേഡിയോ ഓഫ് ചെയ്ത് നമ്മുടെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ള കാരണം അല്ലെ നമുക്ക് ഇതിവിടെ വോയിസ് കമാൻഡ് ഇട്ട് നമുക്കിത് ചെയ്യാനുള്ളൂ. നമുക്ക് ഇവിടുന്ന് വേണേലും ബൂട്ട് തുറക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. റേഞ്ച് ഒക്കെ കാണിക്കുന്നുണ്ട് 390 എന്നുള്ളത്. ഓടിക്കൊണ്ടിരിക്കുന്ന സ്പീഡെല്ലാം കാണിച്ചത് അങ്ങനെ ഓടിച്ചിട്ട് ഭയങ്കര സ്മൂത്ത് അല്ലേ? കൊള്ളാമല്ലേ? നമ്മളൊരു ഫ്ലൈറ്റ് ആയിരിക്കുന്നതോടെ തന്നെയുള്ളൊരു ലുക്ക അല്ലേ? സൗണ്ട് ഒട്ടും സൗണ്ട് ഇല്ല. ഇവിടെ ഒരു ഇതുണ്ട്, ഈ എയർ വെന്റ് ഇതൊക്കെ നല്ല സംഭവമാണ്. പക്ഷെ ഇതൊരു മുഷിയാൻ, ഇത് 50. ഇവിടെ ഒരു മുഷിയാനുള്ളൊരു ചാൻസ് ഉണ്ട് ഈ ഒരു മെറ്റീരിയൽ സോഫ്റ്റ്. അതാ എൻ്റെ നാവിഗേഷൻ നാവിഗേഷൻ ടൈം, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, അങ്ങനെ എല്ലാവിധ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. ക്യാമറ ഓടിക്കൊണ്ടിരിക്കും, ക്യാമറ കാണിക്കാൻ പറ്റുമോ? ഇത് 3D ആണ്. കൂടുന്ന റൈറ്റ് അല്ലേ വീട്ടിലേക്ക്? ഇതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്. എയർ ബാഗ്, ഇവിടെ ഒരു എയർ ബാഗ് ഉണ്ട്. അലുമിനിയം സോഫ്റ്റ് ലെതർ. ഇത് നല്ലൊരു പ്രത്യേക രീതിയിലുള്ള ഒരു ഷേപ്പിലാണ് ഈ സംഭവം. ഇച്ചിരി കയറ്റിയിട്ടോ. ഇതുകൊണ്ട് ഒരു ഇസുസു കൂടെ കിടപ്പുണ്ട്, ഇസുസുവിൻ്റെ MUX. ഇത് നല്ലൊരു 4 വീൽ ഡ്രൈവ് അടിപൊളി ഒരു വണ്ടിയാണ് കേട്ടോ. BYD Atto 3. രണ്ട് ബാറ്ററി ആണെന്ന് പറയുന്നത്. ഒന്ന് സ്റ്റാർട്ടിങ് ബാറ്ററി, അതുപോലെ തന്നെ പവർ ബാറ്ററി. ഇതാണ് ഒരു ബാറ്ററി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കാതിരിക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ബായ്.